ദൈവം ഒരാഴ്ച നമ്മളെ കാത്ത് സംരക്ഷിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനം പഠിക്കുന്നത് മൂലം നമ്മുടെ ആത്മീയ ജീവിതം അഭിവൃദ്ധിപ്പെടാനും ദൈവനാമം മഹത്വപ്പെടുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. കുഞ്ഞുമോള ഓഡിയോ അയച്ചു തന്നത് വളരെ പ്രയോജനപ്പെട്ടു. ഓക്കെ. അതിൽ നിന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് ആദ്യമേ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഞാൻ കുറച്ച് നാളുകളായിട്ട് പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാത്തതുകൊണ്ട് പറഞ്ഞതിൽ അറിയാതെ ചില പെശകുകൾ വന്നു. കഴിഞ്ഞ ടേപ്പ് കേട്ടപ്പോഴാണ് മനസ്സിലായത്. റിഫർമേഷന് ഞാൻ നവോത്ഥാനം എന്നുള്ള പേരാണ് ഉപയോഗിച്ചത്. അത് ടെക്നിക്കലി അത് ശരിയാണ്. എന്നാൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ നവീകരണം, എന്നാൽ യഥാർത്ഥ പേര് നവീകരണം എന്നാണ്. അത് മാർട്ടിൻ ലൂതറിന്റെ 1517 നടന്ന, ഞാൻ അവിടെ മാർട്ടിൻ ലൂതർ 91 തിസീസ് അവിടെ നേരിടുന്ന ഞാൻ പറഞ്ഞത്. പക്ഷെ 95 അത് കേട്ടപ്പോഴാണ് മനസ്സിലായ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് അത് ഓഡിയോ അയച്ചതിന് വളരെ നന്ദി. അതുപോലെ ഈ നവോത്ഥാനം എന്ന് പറയുന്നത് കലകളുടെയും സാഹിത്യത്തിന്റെയും ഇൻഡസ്ട്രി റെവല്യൂഷൻ നടന്ന 15ാം നൂറ്റാണ്ട് മുതലുള്ള കാലത്തിലാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അത് ഒരു ലോകത്തിലെ എല്ലാത്തിനും ഒരു മുന്നോട്ടൊരു ഇന്ന് വരെ നമ്മൾ കാണുന്ന എല്ലാം അന്ന് തുടങ്ങിയ അതാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. റിഫർമേഷൻ എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ കത്തോലിക്ക സഭയിൽ നിന്ന് മാറി പ്രൊട്ടസ്റ്റന്റ് സഭ സ്ഥാപിച്ചതാണ്. അത് ഞാൻ ആദ്യമായിട്ടൊന്ന് ക്ലിയർ ചെയ്യട്ടെ. പിന്നെ ടേപ്പ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഉദ്ദേശിച്ചതിലും കൂടുതലായിട്ട് സൗരന്മാർക്ക് ഇച്ചിരൂടെ ആഴമായിട്ട് ഇതിൽ അറിവുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഇന്ന് ദൈവം അനുവദിച്ചാൽ ഈ പുസ്തകങ്ങളെ കുറിച്ച് വേദോസ്തരുള്ള ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഉണ്ട്. പക്ഷേ വെളിപാട് പുസ്തകത്തെ കുറിച്ച് കൂടുതലായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മൾ വെളിപാട് പുസ്തകം പഠിക്കുന്നത് കൊണ്ട് ആ അധ്യായങ്ങൾ വരുമ്പോൾ നമുക്കതിന് കൂടുതൽ സമയം ചെലവഴിക്കാതെ ഇപ്പോൾ തന്നെ അത് ശരിക്കും മനസ്സിലാക്കി പോകാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ മിക്കവാറും പലതും ചർച്ച ചെയ്തു. എങ്കിലും സമഗ്രമായിട്ട് ഇന്ന് ഒന്ന് ചിന്തിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ബൈബിളിലുള്ള 90% പുസ്തകത്തെക്കുറിച്ച് കവർ ചെയ്യും. എന്നാൽ അതിൻ്റെ തുടക്കമായിട്ട് കഴിഞ്ഞ ആഴ്ച വായിച്ചതിൻ്റെ ഈ റെവല്യൂഷൻ വെളിപാട് പുസ്തകം 3:1 മുതൽ 6 വരെ വാക്യങ്ങൾ വായിക്കുക. അതിൻ്റെ അവസാനത്തെ വാക്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആ പുസ്തകത്തെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്ത്. ഒന്ന് വായിച്ചാലും ദയവ് ചെയ്ത്. ഓക്കെ. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഓക്കെ, താങ്ക് യു. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക: ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ജീവപുസ്തകത്തെക്കുറിച്ചും പല പുസ്തകങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്. ഈ സ്വർഗത്തിൽ പല പുസ്തകങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ബൈബിളിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ മതത്തിലും ഇതിന് തത്തുല്യമായിട്ടുള്ള റെക്കോർഡുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, പ്രളയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഹിന്ദുമതത്തിലുണ്ട് പ്രളയം, ബാബിലോണിയ മതത്തിലുണ്ട്, മെസപ്പൊട്ടേമിയയിലുണ്ട്. ലോകം മുഴുവനുള്ള എല്ലാ ചരിത്രത്തിലും ഒരു പ്രളയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഈ ലൂസിഫർ ഏറ്റവും ദൈവത്തിന്റെ പെർഫെക്റ്റ് ക്രിയേഷൻ ആയിരുന്നു. അപ്പൊ അവന് ഇൻസൈഡ് സീക്രട്ട് അറിയാവുന്ന ആളാണ് മറ്റുള്ളവരെക്കായാലും. ഇപ്പം നമ്മുടെ വീട്ടിലൊരാൾ 1-2 വർഷം താമസിക്കാൻ നമ്മുടെ ന്യൂനതകളും നന്മകളും എല്ലാം മനസ്സിലാക്കുമല്ലോ, അതുപോലെ അവന് മനസ്സിലാക്കി ഈ സഭകൾ
ക്രിസ്തീയ സഭ തന്നെ മലിമസമാക്കി പല സഭകളുണ്ടാക്കിയതിനുപരിയായിട്ട് ഈ മതങ്ങളെല്ലാം സ്ഥാപിച്ചത് തന്നെ ലൂസിഫറാണ്. അതുകൊണ്ടാണ് ഇതുപോലുള്ള കഥകൾ എല്ലായിടത്തും വരുന്നത്. ഇപ്പൊ ഈ സ്വർഗത്തിൽ പുസ്തകമുള്ളതെന്ന് പറയുമ്പോൾ അത് ഹിന്ദുമതത്തിലുമുണ്ട്, പുസ്തകങ്ങൾ അവിടെ നമ്മൾ അറിയാമല്ലോ. അവരെ കാലൻ എന്ന് പറയും. ആ കാലൻ വരുന്നു, യമദേവനാണ്, മരണത്തിന്റെ ദൂതനാണ്. അവിടെ ചിത്രഗുപ്തൻ എന്നും പറഞ്ഞ് സ്വർഗത്തില് ഒരാള് റെക്കോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ഇത് അനുസരിച്ച് എല്ലാവരുടെയും നന്മ ദിനങ്ങൾ എഴുതി വെച്ചേക്കുകയാണ്. നിയമം നടപ്പാക്കുന്ന ആളാണ് യമദേവൻ. അതിന് ധർമ്മദേവൻ എന്നും പേരുണ്ട്. സൂര്യഭഗവാന്റെ പുത്രനാണ് യമദേവൻ എന്ന് പറയുന്നത്, കാലൻ. അദ്ദേഹമാണ് ആര് മരിക്കണം, എപ്പോഴും മരിക്കുന്നു, എന്ന് മരിക്കും എന്നൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കും. ചിത്രഗുപ്തനാണ് എഴുതുന്നത്. അത് മഹാകാലൻ എന്ന് പറയുന്നത് ശിവനാണ്. അതുപോലെ കാലത്തിന്റെ ഈശ്വരൻ ഹനുമാൻ എന്ന് പറയുന്ന ശിവന്റെ അവതാരമാണ്. കാലേശ്വരൻ എന്നും പറയും. കാലത്തിന്റെ അധിപനാണ് ഹനുമാനും. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ മതത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ 2 ദൂതന്മാര് എഴുതുന്ന അവർ മനുഷ്യരുടെ ഓരോ ഇടത് തോളില് ഒരു ദൂതനും വലത്തെ തോളിൽ വേറെ ദൂതനും മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന നല്ലതും തീരുമാനമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. അത് റക്കിബ് എന്നാണ് ഒരു ദൂതന്റെ പേര്. മറ്റേ ദൂതന്റെ പേര് അറ്റിഡ്. അത് ഈ അധ്യായം എന്ന് പറഞ്ഞ സൂറ എന്ന് പറയും. ഖുറാനിൽ നോക്കി 50-16 മുതൽ 18 വരെ സൂറയിൽ കാണാം. അതുപോലെ തന്നെ സൂറ 82 10-12 വാക്യങ്ങളിൽ കാണാം. അങ്ങനെ എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സാത്താന് എല്ലാ മതത്തിലും പല വേർഷനിലായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാനൊരു ആമുഖമായിട്ട് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സ്വർഗത്തിൽ പല പുസ്തകങ്ങളുണ്ട്. നമ്മൾ ഇത് പഠിക്കേണ്ട സംഗതികള്, നമ്മൾ വിശ്വാസികള് ഫണ്ടമെന്റലായിട്ടുള്ള ഉപദേശങ്ങള് നമ്മൾ തീർച്ചയായിട്ടും അത് വീറോടെ നമ്മൾ അതിനു വേണ്ടി പ്രതിപാദിക്കണം. എന്നാൽ ഈ ഫണ്ടമെന്റൽ ഇല്ലാത്ത കാര്യത്തിൽ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതി സ്വർഗത്തിൽ എന്റെ പേരുണ്ടോ എന്നുള്ളത്. സ്വർഗത്തിലുള്ള പേരുണ്ടെങ്കിൽ എത്ര പുസ്തകം ഉണ്ടെങ്കിൽ നമുക്കതൊന്നും ബാധകമല്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു ദൈവമാണോ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു പ്രശ്നമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രതിരോധിക്കണം, അതിനെക്കുറിച്ച് പഠിക്കണം, സംസാരിക്കണം. എത്ര പുസ്തകമുണ്ടെന്നുള്ളത് സ്വർഗത്തിൽ നമുക്ക് പ്രശ്നമല്ലാതെ നമ്മുടെ പേരെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ വിശദീകരിക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാവരും ആ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്. അതുകൊണ്ട് നമുക്ക് സംതൃപ്തരായി തീരണം. വേറെ എത്ര പുസ്തകങ്ങളുണ്ടെങ്കിലും നമ്മുടെ രക്ഷയെ അത് ബാധിക്കുന്നില്ല. ഇപ്പൊ സ്വർഗത്തിലെ പുസ്തകങ്ങള് നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തിന്റെ രേഖകൾ സ്വർഗത്തിൽ സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ മനസ്സിലാകും. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ദൈവം എന്ന് പറയുന്നത് ആദിമധ്യാന്തവിഹീനനാണ്. ദൈവത്തിന് ഇതൊന്നും പ്രശ്നമല്ല, വീഡിയോ എടുക്കാൻ കഴിയും. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഈ റെക്കോർഡ് ചെയ്തിരിക്കുക നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ റെക്കോർഡെല്ലാം അവിടെ ഇരിക്കുന്നത്. വീഡിയോ തന്നെ അവിടെ കാണുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ഈ ആവശ്യമുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ വളരെ ഈ വിഷയത്തെ പറ്റി വിവരിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ വെളിപാട് പുസ്തകത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കാണാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. നമ്മൾ ഈ കൂടുതലായിട്ട് വെളിപാട് പുസ്തകത്തിൽ മുമ്പോട്ട് പഠിക്കുമ്പോൾ ഇത് വരുമ്പോൾ അന്ന് വളരെ മനസ്സിലാക്കുവാൻ സുഗമമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് എടുക്കുന്നത്. ഇസ്രായേലിലെ രാജാക്കന്മാർക്കും എല്ലാം അവിടുത്തെ സംഭവങ്ങൾ എഴുതി വെക്കാവുന്ന പതിവുണ്ടായിരുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ഡയറി എഴുതുന്നവരുണ്ടായിരുന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ എഴുതുന്നവരുണ്ടായിരുന്നു. അതായത് ഇതൊരു പുതിയ സംഗതിയല്ല. സ്വർഗത്തിലുമുണ്ട്, റെക്കോർഡുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണെങ്കിലും പെട്ടെന്ന് പുറപ്പാട് പുസ്തകം 32 മുതൽ 31 വരെ ഒന്ന് വായിക്കുക. കഴിഞ്ഞ ആഴ്ച പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതാണ്. ഒന്നുകൂടെ പെട്ടെന്ന് ഞാനത് പറഞ്ഞു പോകാം. ഒന്ന് പുറപ്പാട് പുസ്തകം 32 33 എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവൻ്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. താങ്ക് യു ഫോർ റീഡിങ്. ഇവിടെ നമുക്ക് അവിടെ ആ ചാപ്റ്റർ ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും, കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തെ പ്രകോപിച്ചത് കൊണ്ട് ദൈവം അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ മോശ ജനങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തന്നെ തയ്യാറായിരുന്നു. അതുകൊണ്ട് മോശ അവിടെ അപേക്ഷിക്കുകയാണ്, അവരുടെ പേര് പുസ്തകം നീക്കി കളയുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ അവിടെ അതിൽ മനസ്സിലാക്കുന്നത് ആ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്ന ആ ജീവപുസ്തകമല്ല. അവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിച്ചതുപോലെ ലോകത്തിലുള്ള എല്ലാവരുടെയും
റെക്കോർഡുണ്ട്, പേരുള്ള ഒരു പുസ്തകമുണ്ട്. അവിടെ അവർ രക്ഷിക്കപ്പെടാതെ മരിക്കുമ്പോൾ അവരുടെ പുസ്തകം, അവരുടെ പേര് അവിടെ നിന്ന് മാറ്റി കളയും. പിന്നെ വേറൊന്നൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ അവരുടെ പേര് എടുത്തു കളയും. ഇവിടെ അർത്ഥമാക്കുന്നത് അവർ മരിക്കുമ്പോൾ അവരുടെ പേര് ആ പുസ്തകത്തിൽ നിന്ന് ജീവിക്കുന്നവരുടെ ബുക്ക്, ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ബുക്കിൽ നിന്ന് മാറ്റിക്കളയുമെന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പുതിയ നിയമത്തിൽ കാണുന്ന ബുക്ക് ഓഫ് ലൈഫ് അല്ലെ കുഞ്ഞാടിന്റെ ബുക്ക്, ആ പുസ്തകം അല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. ജീവിക്കുന്നവരുടെ പുസ്തകം ആണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. വേറൊന്ന് സങ്കീർത്തനം 69:28 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനം 69:28. 69:28. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ, നീതിമാന്മാരോടുകൂടെ അവരെ എഴുതരുതേ. അതെ, അവിടെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയണം, നീതിമാന്മാരോട് എഴുതരുത്. അവിടെ നമ്മൾ ഇതെല്ലാം എപ്പോഴും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ കോണ്ടക്സ്റ്റ്, സന്ദർഭം നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാവീദിനെ വളരെ പീഡിപ്പിച്ച് ശത്രുക്കൾ അവരപ്പോൾ ദാവീദിന്റെ ആ ദുഃഖത്തിൽ നിന്നും ആ പ്രതികാര വാഞ്ചലിൽ നിന്ന് പറയുകയാണ്. അവിടെ ജീവനുള്ള പുസ്തകം എന്ന് പിന്നെ അവിടെ പറഞ്ഞാലും ഒറിജിനൽ ഭാഷയിൽ അവിടെ അതിൽ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന ബുക്ക് ഓഫ് ദി ലിവിങ്, ജീവിച്ചിരിക്കുന്നവരുടെ ബുക്കാണെന്നാണ്. അതിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമെന്നുള്ളതാണ് ദാവീദ് ആലോചിക്കുന്നത്. അതൊരു യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പേരെഴുതിയ ഒരാളുടെ പേര് മായ്ക്കാൻ കഴിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ രണ്ട് സഹോദരന്മാർ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ രക്ഷിക്കപ്പെടുന്നവരാരാണെന്ന് ദൈവത്തിനറിയാം. ആ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മായ്ച്ചു കളയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് സുരക്ഷിതമാണ്. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ദാവീദ് അദ്ദേഹത്തിന്റെ ആ ദുഃഖം കൊണ്ടും പ്രയാസം കൊണ്ടും അവര് വിശ്വാസികളല്ല, അവര് ദുഷ്ടന്മാരാണ്. അവരെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് അവിടുത്തെ സന്ദർഭം മനസ്സിലാകുന്നത്. അല്ല ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഇത് എടുത്തേച്ച് അതുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്ന് ഈ വാക്യം എടുത്തേച്ച് ഒരാൾ പഠിപ്പിച്ചാൽ അത് സന്ദർഭം മനസ്സിലാക്കാതെ പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു പട്ടണത്തിലെ ഈ സർദീസ് സഭയെ വായിച്ചപ്പോൾ അവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിച്ചതാണ്. അവിടെ ഈ രാജ്യദ്രോഹം ചെയ്യുന്നവരെ അവരെ വിസ്തരിച്ചിട്ട് അവരുടെ പൗരത്വം മാറ്റിയിട്ട് അവരെ നാട് കടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യില്ലെന്നുള്ളതാണ് യേശു ക്രിസ്തു അവിടെ ഈ ഭാഗം നമ്മൾ സർദീസിന്റെ വായിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പുറപ്പാട് 30 വായിച്ച് 32-35 അത് കാണാം. ദൈവം അവരെ ഒത്തിരി പേരെ നിഷ്കരണം സംഭവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സങ്കീർത്തനം 56:8 വായിച്ചാട്ടെ. സങ്കീർത്തനം 56:8. 56:8. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിൻ്റെ തുരുത്തിയിലാക്കി വയ്ക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ? താങ്ക് യു. ഞാനിപ്പോൾ ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നത് 10-20 കൊല്ലത്തിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കൂടെ ഡ്രൈവ് ചെയ്തപ്പം ബാബു എനിക്ക് റൈഡ് തന്നപ്പം ഏതാണ്ട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ് എൻ്റെ കണ്ണുനീരെല്ലാം അവിടെ സ്വർഗത്തിലെ തുരുത്തിയിൽ അവിടെ വെച്ചിട്ടൊന്ന് പറഞ്ഞ് എൻ്റെ സ്മൃതി മണ്ഡലത്തിലേക്ക് ഇപ്പം വരികയാണത്. എപ്പോഴും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അപ്പം എന്നാൽ ഇത് മനസ്സിലാക്കേണ്ട അന്നത്തെ തുരുത്തികളൊക്കെ തോല് കൊണ്ടൊക്കെ ഉള്ള ഇതാണ്. സ്വർഗത്തിലെ തോലൊന്നും ഇല്ലല്ലോ. നമുക്ക് സ്വർഗത്തിലെ മൃഗങ്ങളൊന്നും കൊല്ലപ്പെടുന്നില്ല എന്ന ഒരു അങ്ങനെയുള്ള അതൊരു ആലങ്കാരികമായിട്ട് എഴുതുകയാണ്. അതിന്റെ അർത്ഥം സ്വർഗത്തില് നമ്മുടെ എല്ലാ കാര്യവും, നമ്മുടെ ഒറ്റ കണ്ണുനീര് പൊഴിയുന്നത് പോലും അവിടെ ദൈവം അവിടെ അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഓർമ്മയുടെ പുസ്തകത്തിൽ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഒരു കാര്യവും അവിടെ നിസ്സാരമായിട്ട് പോകുന്നില്ല. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യത്തിനും കണക്ക് കൊടുക്കണമെന്ന് പുതിയ നിയമത്തിൽ പറയുമ്പോൾ എല്ലാം അവിടെ അന്വർത്ഥമായിട്ടാണ് അവിടെ വരുന്നത്. ദാനിയേൽ പ്രവചനം 7:10 വായിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം 7:10. ഓക്കെ. ഒരു അഗ്നിനദി അവൻ്റെ മുൻപിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുൻപാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു, പുസ്തകങ്ങൾ തുറന്നു. അതെ, അപ്പൊ അവിടെ കാണുന്ന
ഒന്നിലധികം പുസ്തകങ്ങളുണ്ടെന്നുള്ളതാണ്. ഞാൻ ആദ്യം പ്രസ്താവിച്ചതുപോലെ എത്ര ബുക്കുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ ദൈവത്തിന് അറിയാം, ഓരോ കാര്യത്തിനും പ്രത്യേക ബുക്കുകളുണ്ട്. പഴയ പുതിയ നിയമത്തിൽ കാണാമല്ല, ബുക്കുകൾ തുറന്നു. അതുപോലെ തന്നെ ദാനിയേൽ 12 ഒന്നുകൂടെ വായിച്ചാട്ടെ, ആ ചെറിയ ദാനിയേൽ 12:1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. അതെ, അവിടെ തന്നെ ആ ജീവൻ രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളുടെ പുസ്തകത്തിലുണ്ട്. അവരെല്ലാവരും അന്തിക്രിസ്തുവിന്റെ ആ പീഡനത്തിൽ നിന്ന് കൊല്ലപ്പെടുക അവരും എന്നതാണ് മനസ്സിലാകുന്നത്. പുസ്തകത്തിൽ പേരുള്ളവൻ വിടുവിക്കപ്പെടും. അതുപോലെ തന്നെ വേറൊന്ന് മലാഖിയുടെ 3:16, മലാഖി പ്രവചനം 3:16. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. 3:16. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ബുക്ക് ഓഫ് റിമംബറൻസ്. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. പല ബുക്കുകളുണ്ട്. അതാണ് ഇതിനെക്കുറിച്ച് ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡി ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തത്. ലൂക്കോസ് 10:20. ലൂക്കോസ് 10:20. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. അതെ, അവിടെ ആ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും 7 പേരെ യേശുക്രിസ്തു അവിടെ അയക്കുന്നുണ്ട്. അവർ ഇന്ന് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, എല്ലാ അത്ഭുതങ്ങളും ചെയ്തു. അന്ന് വളരെ സന്തോഷത്തോടെ ആദ്യം അവർ പറഞ്ഞത്, കർത്താവെ, ഭൂതങ്ങളും ഞങ്ങൾക്ക് അധീനമായിരിക്കുന്നു, അവരെല്ലാം ഞങ്ങൾ ഇത് വലിയ ഒരു ആഹ്ലാദത്തോടെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, അതുകൊണ്ടല്ല നിങ്ങൾ ആഹ്ലാദിക്കേണ്ടത്, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുള്ളത് കൊണ്ടാണ് ആഹ്ലാദിക്കേണ്ടതാണ് അവിടെ പറയുന്നത്. അപ്പൊ സ്വർഗത്തിൽ നമ്മുടെ പേര്, ദൈവമക്കളുടെ പേര് അവിടെ ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അതറിയാം, അവിടെ എഴുതിയിട്ടുണ്ട്. അത് മായ്ച്ചു കളയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മളൊരു തെറ്റ് ചെയ്യുന്ന ഉടനെ എടുത്തു കളയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷ സുരക്ഷിതമാണ്. അത് തന്നെ ഈ ഇസ്ലാം മതത്തിലാണെന്നല്ല, അവിടെ പറയുന്നുണ്ട്, ഇസ്ലാം മതത്തിലെ 2 ദൂതന്മാർ എഴുതി വെക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് പോലും രക്ഷയെക്കുറിച്ച് ഒരു വിശ്വാസമില്ലായിരുന്നു. അവസാനത്തിൽ ഈ തുലാസി തൂക്കി നോക്കുമ്പോൾ നല്ല പ്രവൃത്തി ഇത് ചെയ്യുകയാണെങ്കിൽ മുഹമ്മദ് രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ അവർ നരകത്തിൽ പോകും. അതാണ്. അപ്പൊ അഷുറൻസ് ഓഫ് സാൽവേഷൻ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ട നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. അതിൽ ആർക്കും ആ പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കുറയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ള അഷുറൻസ്, ആ നിശ്ചയം നമുക്ക് മാത്രമേ ഉള്ളൂ. ഹിന്ദുക്കൾക്കാണെങ്കിലും അവരിപ്പം നല്ല പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ, തെറ്റ് ചെയ്താൽ ഇന്ന് അല്ലെങ്കിൽ വരുന്ന ജന്മത്തിൽ മരമാക്രിയായിട്ടോ കുരങ്ങായിട്ടോ ജനിക്കാം. അപ്പോൾ ആ നിലയിലാണ്. അങ്ങനെ യാതൊരു ആശ്വാസവും. എത്ര പ്രാവശ്യം ജനിക്കുക, എത്ര കോടി ജനിക്കണം, ഒന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് അങ്ങനെയല്ല. യേശുക്രിസ്തു സത്യദൈവം ഈ ലോകത്തിലേക്ക് വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ മരണത്തെ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ ആ നിശ്ചയമുണ്ട്, വിശ്വാസ നിശ്ചയമുണ്ട്. ഫിലിപ്പിയൻസ് 4:3. ഫിലിപ്പിയൻസ് 3:4. 4-ാം അധ്യായത്തിൻ്റെ 3. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ജീവിതത്തിൽ പേരുള്ളവരുടെ, നമ്മുടെ വിശ്വാസികളുടെ എല്ലാം പേരുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഇന്റർപ്രിട്ടേഷന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഞാനിത് വായിച്ചു പോവുകയാണ്. വേദോസ്തത്തിലുള്ള 90% ഈ പുസ്തകങ്ങളെ കുറിച്ചുള്ള ഇന്ന് പ്രതിപാദിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചില സംഗതികൾ സൂക്ഷിച്ചു നോക്കിയാൽ ചില ഭാഗങ്ങളൂടെ വേറെ ഉണ്ട്. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അതുകൂടാതെ സമയവുമില്ലല്ലോ. എബ്രായർ 12:23. എബ്രായർ 12:23. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും
എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇത് കാണുന്നത് സ്പിരിറ്റ്സ് ഓഫ് ജസ്റ്റ് മെൻ. ഹിയർ ദ സ്പിരിറ്റ് അപ്പാർട്ട് ഫ്രം ദ ബോഡി അവൈറ്റിംഗ് ദ ഫൈനൽ റിസറക്ഷൻ that they have been made perfect means they have died and reached the state of having been perfected by Christ's atonement. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ മരിക്കുന്ന ഉടനെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മരിക്കുന്ന ഉടനെ നമ്മൾ ആ ദൈവസന്നിധിയിലായിത്തീരും. പിന്നെ പാപം ചെയ്യാനുള്ള നമുക്ക് അവസരമില്ല. നമ്മൾ വിശുദ്ധിയാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു വേറൊരു രീതി ഞാൻ പണ്ടേ പറയാറുണ്ട്. ചിലർ പറയും എനിക്ക് ദൈവം വളരെ അനുഗ്രഹം തോന്നുന്നു, വളരെ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് ഈ ദൈവത്തിന്റെ വാഗ്ദത്തിൽ ഒന്നായിരുന്നു ദീർഘായുസ് എന്ന് പറയുന്നത്. സമ്പൽ സമൃദ്ധം, രോഗമില്ലായ്മ, ഇതെല്ലാം പഴയ നിയമത്തിലെ ഭൂമിയിലെ ജനങ്ങൾക്ക്. ഇസ്രായേൽ ദൈവത്തിന്റെ ഭൂമിയിലെ ജനമാണ്. എന്നാൽ സ്വർഗത്തിലെ പൗരന്മാരെ നമ്മൾ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ്. ആ സമ്പത്ത് അല്ലെങ്കിൽ ദീർഘായുസ്, ആരോഗ്യം നമുക്ക് പ്രോമിസ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്രോസ്പെക്റ്റീവ് ക്രീച്ചേഴ്സ് പറയുന്നത് വളരെ തെറ്റാണ്. അതേ സമയത്ത് ധനമുള്ള വിശ്വാസികളുണ്ട്, ആരോഗ്യമുള്ള വിശ്വാസികളുണ്ട്, ദീർഘായുസുള്ള വിശ്വാസികളുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്തിലെ കോടീശ്വരന്മാരെല്ലാം നോക്കിയാൽ അവർ നിരീശ്വരന്മാരാണ്. ആരോഗ്യം 100 വയസ്സ് വരെയുള്ള നിരീശ്വരന്മാർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ആ നിലയിൽ എന്നാൽ മരിക്കുന്നത് പുതിയ നിയമ വിശ്വാസിക്ക് ഒരു നഷ്ടമല്ല, ലാഭമാണ്. പൗലോസ് പറയുന്ന അതാണ്. ഉദാഹരണം പറഞ്ഞാൽ അസൂയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കള്ളം പറയുന്ന ഒരു വ്യക്തി എപ്പോഴും മരിക്കുന്ന ഉടനെ പിന്നുള്ള അസൂയക്കുള്ള അവസരമില്ല, കള്ളം പറയാൻ അവസരമില്ല. അന്നേരം പെർഫെക്റ്റ് ആയി തീരണം. അപ്പം ചിലപ്പം നമുക്ക് ദൈവം കൂടുതൽ ആയുസ് തരാൻ നമ്മൾ ഭയഭക്തിയോടുകൂടെ പറയലോടുകൂടെ ഇരിക്കേണ്ട സംഗതിയാണ്. ദൈവം കൂടുതൽ ആയുസ് തരുമ്പോൾ കഴിവതും നമ്മൾ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായിട്ട് പാപങ്ങൾ ചെയ്യാതെ, അത് സിൻലെസ് പെർഫെക്ഷൻ അല്ല, ആരെക്കൊണ്ടും സാധിക്കുകയില്ല. യേശുക്രിസ്തു ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം ഈ പല വിധത്തിൽ തെറ്റുകൾ ചെയ്യും. എന്നാൽ പല തെറ്റുകളും നമ്മൾ വിശ്വാസികൾ കള്ളം പറയുക, അസൂയ, അങ്ങനെയുള്ള ശണ്ട കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദീർഘായുസുണ്ടെങ്കിൽ നമ്മുടെ പ്രതിഫലത്തിലാണ് അവിടെ കുറവ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ലോങ് ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് എടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ വചനം പഠിച്ചതെന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ പാപം ചെയ്യുക, നമ്മൾ അന്നേരം പെർഫെക്റ്റ് ആയിട്ട് തീരും, വിശുദ്ധരായിട്ട് തീരുകയാണ്. റെവല്യൂഷൻ 3 വെളിപാട് 3:5 വായിച്ചാട്ടെ. 3-ാം അധ്യായം 5-ാം വാക്യം. അതെ, അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. അതെ, സർദീസ് സഭയിലെ ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുൻപിലും അവൻ്റെ പേർ ഏറ്റുപറയും. 5:1. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അപ്പം അവിടെ ഒരു പുസ്തകത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ ഈ പുസ്തകം എന്തിനെ കാണിക്കുന്നു, അതിൻ്റെ അർത്ഥമെല്ലാം ഞാൻ അവിടെ വിവരിക്കുന്നതായിരിക്കും. ആ പുസ്തകത്തെ കുറിച്ച് ഞാനിവിടെ മെൻഷൻ ചെയ്യാനോട് വായിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ വെളിപാട് 13-ന്റെ 8 കൂടെ വായിച്ചാട്ടെ. വെളിപാട് 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അന്തിക്രിസ്തുവിനെ. അപ്പം പേരെഴുതിയിരിക്കുന്ന ആരും നമസ്കരിക്കുകയില്ല. അവിടെ പറയുന്നത് പിന്നെ ദിസ് റെഫേഴ്സ് ടു ദ സെയിം ബുക്ക് ഓഫ് ലൈഫ്. ഇപ്പൊ നമ്മൾ നേരത്തെ വായിച്ച 3-ാമത്തെ 5-ന്റെ ഇതിലും ഫിലിപ്പിയർ 4:3 വായിച്ച അതേ ബുക്കിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇവിടെ കുഞ്ഞാടിന്റെ ബുക്കെന്ന് ഇപ്പൊ ആദ്യമായിട്ടല്ലേ വായിക്കുന്നത്, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം. അപ്പം അവിടെ നമ്മുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ അർത്ഥം
ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ അല്ലാതെ ഒരുത്തിനും സ്വർഗത്തിൽ ആരും രക്ഷിക്കപ്പെടുന്നില്ല. പഴയ വിശുദ്ധന്മാരും പുതിയ വിശുദ്ധന്മാരും എല്ലാവരും യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്താൽ മാത്രമാണ് നിത്യജീവൻ പ്രാപിക്കുന്നത്. അതാണ് അത് ലോകസ്ഥാനത്തിന് മുമ്പ് തന്നെ എന്ന് പറയുമ്പോൾ, ലോകസ്ഥാനത്തിന് മുമ്പ് തന്നെ എന്ന് പല വാക്യങ്ങളുണ്ട്. വേറെ 6 സ്ഥലത്തും അത് പറയുന്നുണ്ട്. വായിക്കേണ്ട, അതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം. റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഭാവിയിൽ കേൾക്കേണ്ടിയവർക്ക് അത് പിന്നെ റെക്കോർഡ് ചെയ്യുമല്ലോ. അത് മത്തായി സുവിശേഷം 13:35, മത്തായി സുവിശേഷം 25:34, ലൂക്കോസ് 11:50, എബ്രായർ 4:3, എബ്രായർ 9:26, എഫേസ്യർ 1:4, 1 പത്രോസ് 1:20. അപ്പൊ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മളെ തിരഞ്ഞെടുത്ത ആണ്. ചില ആദാമും പാപം ചെയ്തപ്പം പ്ലാൻ ബി അല്ലായിരുന്നു നമ്മളെ തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് തന്നെ, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ എല്ലാവരുടെയും പേര് അവിടെ സ്വർഗത്തിൽ ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. 17-ാം അധ്യായം 8-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 17-ാം അധ്യായം 8-ാം വാക്യം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. അതെ, പേരെഴുതിയിരിക്കുന്ന ഭൂവാസികൾ. അപ്പൊ ലോകസ്ഥാനം മുമ്പ് തന്നെ നമ്മൾ ആ പേരുണ്ടെന്നുള്ളതാണ്. ജീവപുസ്തകത്തിൽ. ആ വെളിപ്പാട് പുസ്തകം 20:12-15 കൂടെ ഒന്ന് വായിച്ചായിട്ട്. 12 മുതൽ 15 വരെ. 20:12. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. താങ്ക് യു. അവിടെ കാണുന്നുണ്ട് ഈ അവസാനത്തെ വെള്ള സിംഹാസനത്തില് ഞാനൊരു ടേപ്പ് 2 ആഴ്ചയ്ക്കും വായിച്ചായിരുന്നു. ഈ ഹിറ്റ്ലറും മഹാത്മാഗാന്ധിയും നരകത്തിലുള്ള വ്യത്യാസത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ടേപ്പ് കണ്ടവർക്ക് അറിയാം, വീഡിയോ കണ്ടവർക്ക് അറിയാം. അവിടെ ഈ വിശ്വാസികളെ കൈൻ മുതൽ അവസാനം വരെയുള്ള ദുഷ്ടന്മാർക്ക് അവിടെ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ എല്ലാവരും, സുപ്രീം കോടതി ജഡ്ജിയാണ് യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അവിടെ പ്രത്യക്ഷപ്പെടും. അവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് അവിടെ പാപികളെയും ശിക്ഷിക്കുന്നത്. നരകത്തിലെ അവസ്ഥയും എല്ലാവരും ഒരുമിച്ച് നരകത്തിൽ ഒരുപോലെ ഒരേ നിലയിലുള്ളതല്ല. അവിടെയും പ്രവൃത്തിക്കനുസരിച്ചാണ്. ഹിറ്റ്ലറുടെ സ്ഥാനം അത്രയും അല്ല മഹാത്മാഗാന്ധിക്കുള്ളത്. വ്യത്യാസം അവിടെയും ഉണ്ട്. അപ്പം ജീവോത്സവത്തിൽ പേരില്ലാത്ത എല്ലാവരെയും അവസാനം കഴിഞ്ഞ് അവിടെ അതിനെ ലേക്ക് ഓഫ് ഫയർ, തീപ്പൊയ്കയിൽ തീപ്പൊയ്കയിൽ അവിടെ തള്ളിക്കളയുമെന്നാണ് കാണുന്നത്. ഇനി ഇപ്പം വായിച്ച റെവല്യൂഷൻ 21:27 വായിച്ച 21:27. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പം കുഞ്ഞാടിന്റെ പുസ്തകത്തെ കുറിച്ച് ഇവിടെയും കുഞ്ഞാടിന്റെ ഇത് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് 22:18-19. 22:18-19. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. താങ്ക് യു. ഇത് കഴിഞ്ഞ ആഴ്ച ക്ലാസിന്റെ അവസാനം ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ അതിനോട് തത്തുല്യമായിട്ടൊരു വാക്യം പഴയ നിയമത്ത് ആവർത്തന പുസ്തകം 4:2 ഒന്ന് വായിച്ചാട്ടെ. ആവർത്തന പുസ്തകം 4:2. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം.
ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. അപ്പൊ അവിടെ കാണുന്നത് അവിടെ ശിക്ഷാവധിയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഇത് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിലും നമ്മുടെ പ്രതിഫലം നഷ്ടമാണ്. ഇവിടെ ഈ വാക്യത്തെക്കുറിച്ച് നമ്മൾ സൂക്ഷിച്ചു പഠിക്കുമ്പോൾ അവിടെ പ്രതിഫലമല്ല അവിടെ മീൻ ചെയ്യുന്നത്. അവിടെ ഈ വേദോത്സവത്തിനെ മാറ്റിമറിക്കുന്ന കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നവർ റിയലി യഥാർത്ഥത്തിൽ അവർ രക്ഷിക്കപ്പെട്ടവരല്ല. അവര് നിത്യ നരകത്തിന് യോഗ്യരാണ്. അതാണ് അവിടെ ശാപഗ്രസ്തരാണ്. അതാണ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. എന്നാൽ വിശ്വാസികൾ എല്ലാവരും ഒരുപോലെയല്ല. എന്നാൽ ഇവിടെ ഈ കാര്യത്തിൽ ദൈവത്തിന്റെ വചനം കൂട്ടിക്കളയുന്നവര് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി അങ്ങനെ ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഒത്തിരി പേര് ദൈവമക്കളെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് അവിടെ വേദോസ്തി പറയുന്ന അന്നാളിൽ പറയുമ്പം നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് കൂട്ടിച്ചേർക്കുന്നവരാണ്. അവർ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ആൾക്കാരല്ല. സോ ടു ടാമ്പർ വിത്ത് ദി വേർഡ് ഓഫ് ഗോഡ് ഈസ് ടു റിജക്ട് ഗോഡ് ഹിംസെൽഫ്. ദൈവത്തെ തന്നെ അവർ തിരസ്കരിച്ചവരാണ്. വേദോസ്തവം തിരുത്തിയവർ തന്നെ. അപ്പൊ ഇത് ചിലരന്നേരം പറയാറുണ്ട്, ഇത് വെളിപാട് പുസ്തകത്തെ കുറിച്ചാണല്ലോ, അവിടെ വെളിപാട് പുസ്തകത്തിൽ ഏതാണെന്നും പറഞ്ഞ് വാദപ്രതിവാദം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് എല്ലാത്തിനും വെളിപാട് പുസ്തകത്തിനല്ല, വേദോസ്തവം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അന്വർത്ഥമാണ് ഈ വാക്യം. അതുകൊണ്ട് നമ്മൾ ഇതിപ്പം ഇന്ന് കൊണ്ട് ഇത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഏകദേശം 90% ആ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ റെഫർ ചെയ്തു. അപ്പോൾ നിങ്ങളിത് സമയമുള്ളപ്പം വായിച്ച് പഠിക്കുക. അപ്പം ഇതാണ് ആ പുസ്തകങ്ങൾ എത്ര ഉണ്ടെന്നുള്ളതല്ല. എന്നാൽ ജീവോത്സവത്തിൽ നമ്മുടെ പേരുണ്ട്. എന്നാൽ അവിടെ നമ്മുടെ ദൈവമക്കളുടെ പ്രവൃത്തിക്ക് ബുക്ക് ഓഫ് റിമംബറൻസ് ഓർമ്മ പുസ്തകങ്ങളുണ്ട്. നമ്മുടെ പ്രവൃത്തികളൊന്നും വ്യർത്ഥമാകുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തിന്മകളും അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ ഭയഭക്തിയോടെ നമ്മൾ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് ദീർഘായുസ് ഉണ്ടെങ്കിൽ നമ്മൾ 70 വയസ്സ് ശേഷമുള്ള വയസ്സെല്ലാം ബോണസ് ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് 70 ശേഷം ഉള്ള ആൾക്കാരെല്ലാം വളരെ സൂക്ഷിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പം നമ്മുടെ സമയമായി. ഇനി ചോദ്യത്തിനാദ്യം 1-2 മിനിറ്റേ ഉള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ വരുന്ന ആഴ്ച ഞാൻ പറയാം. ഓക്കെ. തൽക്കാലം ഇപ്പം ഈ പുസ്തകങ്ങളെക്കുറിച്ചൊരു ഡീറ്റെയിൽസ് പറഞ്ഞത് നന്നായി. ഇങ്ങനെ പലയിടത്തും പല പുസ്തകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ പുസ്തകത്തിൻ്റെയും പേരങ്ങനെ പറഞ്ഞല്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത് പല പുസ്തകങ്ങളുണ്ടെന്നും ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ള അവരാണ് നമ്മൾ ഭാഗ്യമുള്ളവരാണെന്നുള്ളത്. ആ പുസ്തകത്തിലെ പേര് നമ്മുടെ പേരൊരിക്കലും മായ്ച്ചു കളയത്തില്ല. എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മളെന്ന് അതിൽ നിന്ന് മനസ്സിലായി. നല്ല സംഗ്രഹമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു.